ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റൈഡേഴ്സിന് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഷോറൂമുകളിൽ നിന്നും ബോച്ചേട്ട് നമ്മുടെ ഈ ടിക്കറ്റ് നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ റോയൽ എൻഫീൽഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. പല ബ്രാൻഡുകൾ മൾട്ടി ബ്രാൻഡ് ഇവൻറ്റ് ആദ്യമായിട്ടാണ്. പലപ്പോഴും ഒന്നെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെ പ്രോഗ്രാം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതൊരു മൾട്ടി ബ്രാൻഡ് പ്രോഗ്രാമാണ്. അപ്പോൾ റോയൽ എൻഫീൽഡ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ബോച്ചെ ഈ എൻ്റർടൈൻമെൻറ്റ്സിലൂടെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും പ്രീ ചെക്കിംഗ് ഉണ്ടാവും. വരുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ സപ്പോർട്ട് ആസാദ് മൂപ്പന് മേപ്പാടിയിലെ വിംസ് മെഡിക്കൽ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സേഫ് ആയിട്ടുള്ളൊരു ഇതാണ് റൈഡാണ്. രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനിയും അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതെ, നാളെ വരെ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് 1000 കഴിഞ്ഞിട്ടുണ്ട്. 1000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1000 കൂടുതൽ വന്നാലും 1500 പേർക്ക് വരെയുള്ള സ്റ്റേ നിലവിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ അഡ്വഞ്ചർ ഓഫ് റോഡ് റൈഡുകൾ, RC മോട്ടോർ ഷോ, ട്രഷർ ഹണ്ട്, സ്റ്റേജ് പ്രോഗ്രാം, DJ, യോഗ, സുംബ, ജംഗിൾ സഫാരി, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ട് അവിടെ. യൂത്ത്ഫുൾ വയനാട് സെർവോ 1000 റൈഡേഴ്സ് ടു 1000 ഏക്കർ എന്നാണ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ. അതായത് ലോങ്ങസ്റ്റ് കോൺവോയ് എന്ന് പറയുന്ന സംഗതിക്ക് നിലവിൽ ഒരു റെക്കോർഡില്ല. അതിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏകദേശം 80 കിലോമീറ്ററാണ് നമ്മുടെ ഈ റൈഡ് പോകുന്നത്. ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ കമലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാറ്. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ വന്നപ്പോൾ ഓർക്കായിരുന്നു, ഫുട്ബോള് നിർത്തി വെച്ചോ നിങ്ങൾ മീഡിയക്കാർ, കളി നിർത്തിയോ അതോ ആണ് അല്ലേ? എല്ലാ വർഷം ചെയ്യാറുണ്ട്. അപ്പം ഇനി കോവിഡൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ അതിന് ശേഷം ഇച്ചിരി സ്ലോ ആയിട്ട് കണ്ടു. ഫുട്ബോൾ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പ്ലഷർ ടു സപ്പോർട്ട് ഓൾവേസ്. ബോച്ചേറ്റി പോകുന്നുണ്ട്. അതിന് ശക്തമായ ആക്രമണങ്ങൾ കൊട്ടേഷൻ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും, ഇപ്പോൾ കൊടുവള്ളിയുള്ള ഒരു വ്യക്തി 31 പ്രാവശ്യം പ്രൈസ് അടിച്ചിട്ടും എനിക്ക് ഒരു പ്രൈസ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൊട്ടേഷൻ എടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പിന്നെ അതും ഒരു പരസ്യമാണല്ലോ, നെഗറ്റീവും. അങ്ങനെ ആക്രമണം ഉണ്ടെങ്കിലും ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവരൊക്കെ 10-20 വർഷം കൊണ്ടൊക്കെ ഒരുപാട് കാലെടുത്ത് കയറി വന്നത്, ഞാൻ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ബോച്ചേറ്റി ഫേമസ് ആയെന്നും പിന്നെ ബോച്ചെ ലക്കി ഡ്രോയിലൂടെ ഇങ്ങനെ 10-37 കോടി രൂപ 17 ലക്ഷം പേർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരു ഐഡിയകളൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണല്ലോ പണി കിട്ടുക എന്നുള്ളത്.